ഹലോ ഗൈസ്, അപ്പം നമുക്കൊന്ന് കൂട്ടുകാരുടെ വീട്ടിൽ വരെ പോയല്ലോ. അങ്ങനെ കോട്ടയംക്കിന് വന്ന് ബസ് പിടിച്ചപ്പോൾ ഇവർ വണ്ടിയിലുണ്ടായിരുന്നു. പിന്നെ കാവ്യയുടെ മടിയിലൊക്കെ കയറിയിരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പത്തനാപുരം വന്നു. പത്തനാപുരത്ത് വന്നിട്ട് ഞങ്ങളാണെങ്കിൽ KSRTC സ്റ്റാൻഡിലേക്കാണ് പോയത്. എന്നിട്ട് അവിടുന്ന് അടുത്ത ബസ് പിടിച്ചിട്ട് ഞങ്ങൾ അബിതയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേന് അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. റോട്ടിൽ നിന്ന് അവളെയും കണ്ട് കത്തി വെച്ച് ഫുൾ അലമ്പിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങളെ നാട്ടുകാരെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അലമ്പ് കാണിക്കുന്ന കണ്ടിട്ട്. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാതെ അലമ്പി ഒരുവിധം ഞങ്ങൾ വീട്ടിൽ വന്ന്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അബിത കുറച്ച് മാങ്ങയും ഐസ്ക്രീമും ഒക്കെ കഴിക്കാൻ തന്നു. അതൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ബാക്കിലോട്ടാണ് പോയത്. ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോന്നിയിൽ നിന്ന് പത്തനാപുരം വരെ വന്നത്. മുയൽ, അവൾക്ക് കുറേ മുയലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ അതിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു നിങ്ങളെടുത്ത് കൈ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിച്ച്. എന്നിട്ട് അബിത ഞങ്ങൾക്ക് ഫുഡൊക്കെ വിളമ്പി തന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്ന്. അപ്പോഴാണ് ടോമി വിളിക്കുന്നത്. പിന്നെ ടോമിയോടും കുറച്ച് നേരം കത്തി വെച്ചിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേനും നന്ദു മാവിൻ്റെ മണ്ട വലിഞ്ഞേറി മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് നന്ദുവിന് മുയലും കുഞ്ഞിനെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ വീട്ടിൽ നിന്ന്. പോകുന്ന വഴിക്ക് കാവ്യ ഇമിറ്റേറ്റ് ചെയ്ത് നന്ദു നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത ബസ് പിടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.